ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് മുട്ടിയതിന് ശേഷം എങ്ങനെ മുട്ടി? മുസ്തഫിസുർ റഹ്മാൻ 9.2 കോടി രൂപയ്ക്ക് IPL കളിപ്പിക്കാമെന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉടമസ്ഥനായ ഷാറൂഖ് ഖാൻ അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം പിന്നീട് ഇവിടെ ഉണ്ടായ പ്രതിഷേധങ്ങളും പ്രൊട്ടസ്റ്റുകൾക്ക് ശേഷം ബംഗ്ലാദേശ് താരങ്ങൾ IPL കളിക്കേണ്ട എന്ന തീരുമാനത്തിന് ശേഷം ബംഗ്ലാദേശ് താരങ്ങൾ പറഞ്ഞത് ഞങ്ങൾ IPL കളിക്കാൻ വരുന്നില്ല. അത് നിങ്ങൾ പറയണ്ട, ഞങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ IPL കളിക്കേണ്ടതെന്നത്. അത് മാറ്റട്ടെ. പക്ഷേ T20 ലോകകപ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ബംഗ്ലാദേശ് പറഞ്ഞു ഞങ്ങൾ വരില്ല. ഞങ്ങളുടെ അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്തു. ഞങ്ങൾ എന്തുകൊണ്ട് വരണം? ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരത്തില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേദി തന്നു, ഞങ്ങൾ ശ്രീലങ്കയെ വന്ന് കളിക്കാം എന്നൊക്കെ ബംഗ്ലാദേശ് പറഞ്ഞു. അപ്പോൾ ഇത് ബംഗ്ലാദേശ് പറഞ്ഞതിന് ശേഷം ബംഗ്ലാദേശ് എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ICCയിലേക്ക് പോയി. ICCയിലോട്ട് പോയിട്ട് പറഞ്ഞു ഞങ്ങൾ T20 ലോകകപ്പ് ഇന്ത്യയിൽ നിന്ന് കളിക്കില്ല കേട്ടോ, ഞങ്ങൾ അപമാനിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗും BCCIയും, അതുകൊണ്ട് ഞങ്ങൾ കളിക്കും. അപ്പോൾ ICC പറഞ്ഞു വേണമെങ്കിൽ പോയി കളിച്ചോ, ഞങ്ങൾ ആർക്കും വേണ്ടി വേദിയൊന്നും മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അതോടെ ബംഗ്ലാദേശ് അവിടെ കിടന്നു. അവിടെ കിടന്നതിന് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടറായ നജ്മുൽ ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഇന്ത്യയിൽ പോയി T20 ലോകകപ്പ് കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പ്രതിഫലം തരില്ല. അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തലവനാണ് പറയുന്നത്. നജ്മുൽ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ പോയി കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പ്രതിഫലം തരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഒറ്റ മനുഷ്യൻ പ്രതിഫലം തരില്ല. കാരണം നിങ്ങൾ പല ടൂർണമെൻറ്റിലും ഞങ്ങൾ വിടുന്നുണ്ട്, നിങ്ങൾക്ക് പല പൈസയും മുടക്കിയാണ് വിടുന്നത്, അല്ല ഇവിടെ വെറുതെ ഒന്നുമല്ല വിടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പൈസയും മുടക്കി നിങ്ങൾക്ക് പരിശീലനം തന്നിട്ട് നിങ്ങൾ പല ടൂർണമെൻറ്റിലോട്ട് വിടുന്നത്. നിങ്ങൾ എന്താണ് തിരിച്ച് ചെയ്തത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രോഫി ബുക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ നജ്മുൽ ഇസ്ലാം പെട്ടെന്നങ്ങ് വാദിച്ചു. അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തലവൻ ബംഗ്ലാദേശ് താരങ്ങൾക്കെതിരെ അങ്ങ് പറഞ്ഞു, ഏത് ഞങ്ങൾ നിങ്ങൾക്ക് കോച്ചിങ് തരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പണം തരുന്നു, ഇതെല്ലാം തന്നിട്ട് നിങ്ങൾ ഓരോ ടൂർണമെൻറ്റ് വിടുമ്പോൾ ഞങ്ങൾ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര കപ്പ് അടിച്ചിട്ടുണ്ടെന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ ICC T20 ലോകകപ്പ് ഇന്ത്യയിൽ തന്നെ പോയി കളിക്കണമെന്ന് പറഞ്ഞിട്ട് നജ്മുൽ ഇസ്ലാം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവിടെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എന്നാലും നജ്മുൽ ഇസ്ലാമിൻ്റെ ഈ വാക്കുകൾ ബംഗ്ലാദേശ് താരങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരൊരു കാര്യം തീരുമാനിച്ചു, ഒന്നുകിൽ നജ്മുൽ ഇസ്ലാമിനെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തലവൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്ന് താരങ്ങൾ പറഞ്ഞു. നീക്കം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ബഹിഷ്കരിക്കും എന്നതും പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? താരങ്ങൾ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് അങ്ങ് ബഹിഷ്കരിച്ചു. ഇപ്പോൾ ആ ലീഗ് ബഹിഷ്കരണത്തിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തലവൻ സ്ഥാനത്ത് നിന്ന് നജ്മുൽ ഇസ്ലാമിനെ മാറ്റി. അപ്പോൾ മാറ്റിയതോടുകൂടി ഇപ്പോൾ അത് വീണ്ടും ആ ലീഗ് പുനരാരംഭിക്കാം എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ്. അതായത് ഈ ഒത്തൊരുമ എന്നൊക്കെ പറയുമല്ലോ, ഇത് അവർക്കില്ല, ഒട്ടുമില്ല. അത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തലവൻ ഒന്ന് പറയും, അതിന് മുകളിലുള്ള ആൾ വേറൊന്ന് പറയും, അതിന് താഴെയുള്ള ആൾ വേറൊന്ന് പറയും, ബംഗ്ലാദേശ് താരങ്ങൾ വേറെ എന്തൊക്കെയോ പറയും. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ലീഗ്, ബോർഡ്, താരങ്ങൾ, ഇതാണ് ബംഗ്ലാദേശ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇന്ത്യയുമായിട്ടുള്ള ചൊറിയാണ്. ആ ഇന്ത്യയായിട്ട് ഉടക്കിയതിന് ശേഷമാണ് ബംഗ്ലാദേശ് താരങ്ങൾക്കിടയിലും പ്രശ്നം, ബോർഡിനിടയിൽ പ്രശ്നം. അപ്പോൾ ആകെ മൊത്തത്തിൽ അലങ്കോലമായിട്ട് നിൽക്കുകയാണ് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ്. ഒന്നാമതേ ആ ലീഗ് ഇവിടെ ഉള്ളത് പോലും പലർക്കും അറിയത്തില്ല. അത്രയ്ക്ക് പേര് കേട്ട ലീഗ് ആയതുകൊണ്ട് അവിടെ ഈ ലീഗ് നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. ബഹിഷ്കരണമൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് പലരും അറിയുന്നത്, ഇങ്ങനൊരു ലീഗ് ഉണ്ടല്ലേ എന്നുള്ളത്. നോ ഒഫൻസ്, ജസ്റ്റ് ഫാക്ട്സ്. എന്തായാലും ഈ ലീഗ് ഇപ്പോൾ പുനരാരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇന്ത്യയിലേക്ക് T20 ലോകകപ്പിനായിട്ട് വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ തിരുവനന്തപുരത്തൊക്കെ വേണമെങ്കിൽ വരാമെന്ന്. ഇപ്പോഴും കോമഡി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് താരങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് നോർത്ത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ്. അവർ തിരുവനന്തപുരത്ത് നിന്ന് കളിക്കാം, പക്ഷേ ഞങ്ങൾ ഇന്ത്യയെ കളിക്കില്ല. കോമഡിയാണ്. പാണ്ടിപ്പടയിൽ കൊച്ചിൻ ഹനീഫ പറയില്ലേ, ഇന്ത്യയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലേ നടക്കുള്ളൂ, ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വേണം. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരില്ല, പക്ഷെ വേണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തോ ചെന്നൈയിലോ വന്ന് കളിക്കുക. കോമഡിയാണ്. ബംഗ്ലാദേശ് സത്യം പറഞ്ഞാൽ കോമഡിയാണ്, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇതെത്തി നിൽക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ നിമിഷത്തെ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരവരുടെ തലവനെ മാറ്റിയിട്ട് ഞങ്ങൾ ലീഗ് ബഹിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ അതാണ് അതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട് കോമഡി.